ദുരന്ത നിവാരണ രംഗത്ത് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുകയാണ് കടുമേനി സ്വദേശിയായ സൗരവ്. പ്രകൃതി ദുരന്തങ്ങളോ മറ്റപകടങ്ങളോ എവിടെ ഉണ്ടായാലും വെളിപ്പുറത്ത് ഓടിയെത്തുന്ന ടീം എമർജൻസി റെസ്ക്യൂ യൂണിറ്റിന്റെ ക്യാപ്റ്റനാണ് ഈ യുവാവ്. പാമ്പ് പിടുത്തം, തീപിടുത്തം, വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ തുടങ്ങി എന്ത് അടിയന്തര സാഹചര്യമുണ്ടായാലും മുൻപന്തിയിലുണ്ടാകും സൗരവ്. രക്ഷാപ്രവർത്തന രംഗത്ത് തനിച്ചായിരുന്ന സൗരവ് പിന്നീട് നാട്ടിലെ 20ഓളം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരുത്തുറ്റ റെസ്ക്യൂ ടീമിനു തന്നെ രൂപം നൽകുകയായിരുന്നു. കൃത്യമായ പരിശീലനവും ജാഗ്രതയും കൈമുതലാക്കിയാണ് ഈ സംഘം ദുരന്തമുഖങ്ങളിൽ വേരോട്ടം സൃഷ്ടിക്കുന്നത്. നാടിന്റെ സുരക്ഷയ്ക്കായി രാപ്പകലില്ലാതെ സന്നദ്ധ സേവനം നടത്തുന്ന സൗരവും സംഘവും ഇന്ന് നാടിന് തന്നെ വലിയൊരു ആശ്വാസമാണ്. നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എമർജൻസി കേരളയുടെ റെസ്ക്യൂ ടീം അംഗവും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി അപകട സമയത്തും നമ്മോടൊപ്പം നമ്മുടെ സഹായത്തിന് എത്തുന്ന റെസ്ക്യൂ ടീമിൻ്റെ ഒരു അംഗവും നമ്മുടെ ചെറുപുഴയ്ക്ക് തൊട്ടടുത്ത പ്രദേശമായ കടുമേനി സ്വദേശിയുമായ സൗരവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമാണ്. അപ്പം അദ്ദേഹത്തെയാണ് ഇന്നത്തെ നമുക്ക് ചുറ്റും എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സൗരവിനെ സ്വാഗതം ചെയ്യുകയാണ്. സൗരവ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ A1 ന്യൂസിൻ്റെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഒട്ടനവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ റെസ്ക്യൂ രംഗത്ത് പാമ്പ് പിടുത്തമായാലും അതുപോലെ വല്ല പുഴയിലും മറ്റേ വെള്ളത്തിൽ വീണതും അതുപോലെ മറ്റ് തീയിൻ്റെ ആയാലും ഏതൊരു വിഷയങ്ങളിലും നല്ല സജീവമായിട്ട് സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ പ്രായമായാലും ആൾ കാണുന്നതല്ല, പുലിയാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഓക്കെ, സൗരവ് തന്നെ സൗരവിനെ പറ്റി ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഞാനിപ്പം ടീം എമർജൻസി കേരള എന്ന റെസ്ക്യൂ സംഘടനയുടെ കാസർഗോഡ് ജില്ലാ ക്യാപ്റ്റനും അതുപോലെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും പിന്നെ തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്ററുമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തനം കടിമേനിലാണ് യൂണിറ്റ് ഇപ്പോൾ ഉള്ളത്. 4 വർഷത്തോളമായി നമ്മളിപ്പോൾ ഇവിടെ യൂണിറ്റ് തുടങ്ങിയിട്ട്. അപ്പം കേരളത്തിലെ ഓൾ കേരളയാണ് നമ്മൾ പ്രവർത്തനം വരുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് കോട്ടയം ഈരാറ്റുപേട്ടയിലാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അശോക് എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ ഇതിൻ്റെ സ്ഥാപകൻ ടീമിൻ്റെ. അപ്പോൾ നമ്മൾ സന്നദ്ധ സംഘടന കൂടിയാണ്. പിന്നെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ റെസ്ക്യൂ മേഖലകളിലാണ് നമ്മൾ കൂടുതൽ ഈ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ പാമ്പ് പിടുത്തം, അതുപോലെ തന്നെ വെള്ളത്തിൽ ആരെയും വീണ് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുക, അതുപോലെ തന്നെ വണ്ടി ആക്സിഡൻറ്റ്, തീപിടുത്തം, അങ്ങനെ നമ്മുടെ നാട്ടിൽ ചുറ്റുപാട് നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം ഓടിയെത്തി അവിടെ രക്ഷാപ്രവർത്തന ജനങ്ങൾക്ക് രക്ഷകരാകുന്ന ഒരു സന്നദ്ധ സംഘടന കൂടിയാണ് നമ്മൾ. ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലെ ഓൾ കേരളയും ആണ് നമ്മുടെ പെർമിറ്റ് ഉള്ളത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ അംഗങ്ങളുണ്ട്. 600ഓളം പ്രവർത്തകർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ടീം എമർജൻസിയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലേക്ക് തന്നെ ഈ ഒരു ടീം എമർജൻസിൻ്റെ റെസ്ക്യൂ ടീമിനെ ഇതിന് ഉത്ഭവം സൗരവിലൂടെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ സൗരവിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഏകദേശം 20ഓളം ചെറുപ്പക്കാരെയാണ് ഈ ഒരു ടീം എമർജൻസിയിലേക്ക് ഉൾപ്പെടുത്തി ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം സൗരവിൻ്റെ 2-3 സുഹൃത്തുക്കൾ കൂടിയുണ്ട്. അപ്പം നമുക്ക് അവരെ കൂടി ഒന്ന് വിളിക്കാം, പരിചയപ്പെടുത്താം. അപ്പം സൗരവിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്താണ് പേര്? വിഷ്ണു, സാരംഗ്. അപ്പം വിഷ്ണുവും സാരംഗുമാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ആതൊരു സേവന രംഗത്തേക്കും ഈ ടീം എമർജൻസിയിലേക്കെല്ലാം വരാനുണ്ടായ പ്രചോദനം എങ്ങനെയാണ്? വരാനുണ്ടായ കാരണം ആളുടെ പ്രവർത്തനം തന്നെയാണ്. നല്ല കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു മേഖല നല്ലതാണെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് വന്നു. ഈ സൗരവിനെ ഒന്നിച്ച് പോകാറുണ്ടോ? പല ഇടയിലും ഇപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പുതിയ എല്ലാത്തിനും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കേരളത്തിൽ നടുക്കിയ സംഭവം നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ. അപ്പം അവിടെ നിങ്ങളുടെ സജീവ സാന്നിധ്യവും നിങ്ങളുടെ സേവനവും അവിടെ ലഭ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഉരുൾ പൊട്ടിയ രാത്രി തന്നെ നമുക്ക് ഹെഡ് ഓഫീസിലേക്കാണ് അവിടുന്ന് കളക്ടറേറ്റിൽ നിന്ന് കോൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് കളക്ടറേറ്റിൽ നിന്ന് അന്ന് രാത്രി തന്നെ സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് എല്ലാ യൂണിറ്റുകൾക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നു. നമ്മുടെ ഇവിടുത്തെ യൂണിറ്റും തന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ സംഭവം. അപ്പോൾ നമ്മൾ അന്നേരം ഈ കറണ്ടെല്ലാം പോയിട്ട് വാർത്ത ഒന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഫോണിൽ കൂടെയാണ് അപ്പോൾ അടുത്ത കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി എത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 8 പേരടങ്ങുന്ന സംഘമാണ് നമ്മുടെ കടിമേനി യൂണിറ്റിൽ നിന്ന് പോയത്. എല്ലാ എക്യുപ്മെൻറ്റ്സായിട്ട് നമ്മൾ ഇവിടുന്ന് പോയി. നമ്മൾ അന്ന് അവിടെ വയനാട്ടിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അത്രയും അത്ര വേദനിപ്പിക്കുന്ന ഞങ്ങൾ ഇതുവരെ ഉദ്ദേശിക്കുക അത്രത്തോളം ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ആയിരുന്നുകൊണ്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ ഷോക്കായി പോയി. പക്ഷേ നമ്മളവിടെ മണ്ണിൽ നിന്ന്
ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോയപ്പോൾ ഞങ്ങൾ പോയത് ഈ അപകടം നടത്തുന്ന സ്ഥലത്തൊക്കെ പോയില്ല. ഞങ്ങൾ ആദ്യം അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു ചൂരമലയിലൊക്കെ ആദ്യം ഞങ്ങൾ പോയില്ല. ആദ്യം ഞങ്ങൾ പോയിട്ട് ക്യാമ്പിൽ മേപ്പാടി ടൗണിൽ തൊട്ടിപ്പുറത്ത് തന്നെ ക്യാമ്പുകൾ കുറയുണ്ട്. അപ്പോൾ ആ ക്യാമ്പിലുണ്ടായ അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആൾക്കാർ ക്യാമ്പിലാണ് പറപ്പിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവരെ പോയിട്ട് അവരുടെ കാര്യങ്ങളൊന്നും ആദ്യം നോക്കി സംസാരിച്ചു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് കൊടുക്കാനുള്ള അവരെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലും കൂടെ ഒന്ന് സഹകരിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ ഈ നാടുകളിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര പാമ്പുണ്ട് അല്ലേ? ഈ പാമ്പ് പിടുത്തം ഇപ്പോൾ അടുത്തെല്ലാം സൗരവിൻ്റെ വാർത്ത ചെയ്യുന്നുണ്ടായി പാമ്പ് പിടുത്തം. അപ്പോൾ ഈ നമ്മൾ ഒരു പാമ്പിനെല്ലാം ഉഗ്രവിഷയമുള്ള പാമ്പിനെയാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻസും അതിൻ്റെ സേഫ്റ്റിയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മളതിലിപ്പം എല്ലാ എക്യുപ്മെൻസും അവൈലബിളാണ്. നമ്മുടെ എല്ലാ ഇപ്പോൾ ഇത്ര ചെയ്യുന്ന എല്ലാ റെസ്ക്യൂവിനും നമുക്ക് എക്യുപ്മെൻസ് ഉണ്ട്, കൈവശമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാമ്പിനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്, ബാഗ് ഒക്കെ. അപ്പോൾ നമ്മളത് വെച്ച് സുരക്ഷിതമായി ശാസ്ത്രമായി സുരക്ഷിതമായിട്ട് അതായത് ജനങ്ങൾക്കൊരു അപകടം വരാത്ത രീതിയിൽ ഞങ്ങൾക്കും വരാതിൽ പെട്ടെന്ന് പാമ്പിനും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ബാഗിൽ കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് റിക്കവർ ചെയ്യും. അപ്പോൾ ഈ ഇത് കാണുന്ന പ്രേക്ഷകരോടാണ്, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം പാമ്പുകൾ വീടുകളിലും തൊട്ടടുത്തുള്ള ധാരാളമായി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൗരവിനെ വിളിക്കാം, നമ്പർ ഇവിടെ കൊടുക്കാം. സൗരവിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അതിന് വേണ്ട ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ അസാമാന്യ ധൈര്യം തന്നെ വേണം. എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും മൃതദേഹങ്ങളായാലും ഇപ്പം സൂയിസൈഡ് ചെയ്ത ബോഡി എടുക്കാനും അതുപോലെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ പോയിട്ടുള്ള രക്ഷപ്പെടുത്തി എടുക്കലെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ശരിക്കും ഈ ഒരു മേഖലയിലുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഭയങ്കര ആത്മധൈര്യമാണ്. അപ്പോൾ ഈ ബോഡി എടുക്കലും ഇതിനെല്ലാം കുറിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മൃതദേഹം എടുക്കുന്ന വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിലും കയങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ഒരു ദുരിത സാഹചര്യത്തിലും കാണാതായ ആൾക്കാരെ കണ്ടെത്തിക്കാനാണ് ഇപ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് വിളിച്ച് ഓടിപ്പോകുന്നത്. അത് നമ്മൾ ഇപ്പം പോലീസായിരിക്കാൻ വിളിക്കുക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നമ്മളെ പെട്ടെന്ന് അറിയിക്കില്ല, നാട്ടുകാരായിരിക്കും അറിയിക്കും ഇങ്ങനെ സംഭവം പെട്ടെന്ന് ഒരു അപകടം നടന്നിട്ട് ഓടി എത്തണമെന്നതിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ നാട്ടുകാരുണ്ടാവും, അതുപോലെ തന്നെ ഫയർഫോഴ്സിന് എല്ലാ യൂണിറ്റ് ഉണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ട്രെയിനിങ് വെച്ച് നമ്മൾക്ക് ഈ ടീം എമർജൻസിക്ക് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പ്രത്യേക ഒരു ട്രെയിനിങ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഹെഡ് ഓഫീസ് നമ്മുടെ കോട്ടയത്ത് നിന്നാണ് നമുക്ക് അതിൻ്റെ പരിശീലനം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരു 10 തരത്തിൽ ഏകദേശം 10ഓളം വരുന്ന ഇതിലുള്ള മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ ഓരോ മെത്തേഡ് അനുസരിച്ച് നമ്മൾ സെർച്ചിങ് എടുക്കും. അപ്പോൾ ഈ വീണ സ്പോട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്തും അങ്ങനെ നമുക്ക് ഏതെല്ലാം സ്പോട്ട് കേന്ദ്രീകരിച്ച് ചെയ്യാൻ പറ്റും ആ ഏരിയ മൊത്തം നമ്മൾ ചെയ്യാം. പക്ഷേ ഓരോ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. സ്കൂബ ഡൈവിംഗ് അടക്കം സ്കൂബ ഡൈവ് നമ്മളിപ്പോൾ ടീമിൽ ഇപ്പോൾ ലൈസൻസുള്ള സ്കൂബ ഡൈവർമാരുണ്ട്, ഒരുപാട് രക്ഷപ്പെടും നടന്നു. ഇപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ ഐഫോണിൽ ഫോണിലും വീണ് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എടുക്കാറുണ്ട്, പിന്നെ മാലകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മുങ്ങി എടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ മേഖലയും. അതുപോലെ ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ എടുക്കാന്ന് വെച്ചാൽ നമ്മളെല്ലാം മൃതദേഹം ഇപ്പം ഈ വെള്ളത്തിൽ ആഴ്ചകളോളം പഴക്കമുള്ള ബോഡികളുണ്ട്. അപ്പോൾ അതെല്ലാം എടുക്കാനായാലും നമ്മൾ പോയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു 10-20 അടി താഴ്ചയെല്ലാം മുങ്ങി പോയിട്ട് ബോഡി എടുത്ത് റിക്കവർ ചെയ്ത് കൊണ്ടുപോയി. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിൽ കൊണ്ട് ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഓർത്തെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ദുരന്തങ്ങളാണ് എങ്കിൽ കൂടി അതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തത് നമ്മൾ ഈ വയനാട് ഉണ്ടായ ഒരു ഒരുപാട് ആൾക്കാർ. പക്ഷെ അന്ന് അവിടെ പോയിക്കാൻ നമുക്ക് അത്ര മനസ്സിന് വേദനിപ്പിക്കുന്ന രീതിയിലാണ്. പക്ഷെ എന്നാൽ പോലും അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം അത് ഞങ്ങളവിടെ ചെയ്ത് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളവിടെ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചെറിയ കുട്ടികളെല്ലാം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതും മുങ്ങിയെടുത്ത് കുട്ടിനെ കരക്കാരൊക്കെ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കുടുംബക്കാരെ നമുക്ക് ഓർത്തു. അപ്പം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓടി എത്തുന്നതിന്റെ കാരണം ഒന്നും കൂടിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിനാണ് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് അങ്ങനെ. പിന്നെ നമുക്ക് ദുരന്ത മുഖത്ത് ഓടിയെത്തി അവർക്ക് ഒരു എന്താണ് ഒരു അപകടത്തിൽപ്പെട്ട ആൾക്ക് അവരെ അല്ലെങ്കിൽ ഉറ്റവരെ തിരയുന്ന ആൾക്കാരുണ്ടാവും, കാണാതായ ആൾ ഇപ്പം മിസ്സിംഗ് ആയ ആൾക്കാരുണ്ടാവും, അതുപോലെ വെള്ളത്തിൽ പോയ ആൾക്കാരുണ്ടാവും. അതുപോലെ പിന്നെ ഈ കുട്ടികളെല്ലാം കാണാതാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അടുത്തുള്ള ഒരു ഉറ്റവരെ തിരിയുന്ന കുടുംബത്തിന് അവര് വിഷമിക്കുന്ന അവർക്ക് ഒരു അവരുടെ ഒരു ആശ്വാസമായിട്ടാണ് നമ്മളെ പോലുള്ള ഇങ്ങനത്തെ സംഘടനകൾ. സൗരവിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അന്ന് ഫാമിലി ഒന്ന് പരിചയപ്പെടുന്നത്. എന്റെ വീട്ടില് ഇതെന്റെ സ്വന്തം അനിയനാണ്. നേരെ സ്വന്തം. ഞങ്ങൾ 2 ആൺപിള്ളേരാണ്. സഹോദരന്മാരാണ്. അപ്പൊ പിന്നെ അതുപോലെ പിന്നെ എനിക്കൊരു ഭാര്യയും അതുപോലെ കുഞ്ഞും പിന്നെ ഒരു പെൺകുട്ടിയാണ്. മാത്രമല്ല ഈ ഇത്തരത്തിലെല്ലാം പോകുമ്പോൾ ഏത് നിമിഷം അപകടവും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടല്ല നമ്മൾ പോകുന്നത്. ഈ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ഫാമിലി സപ്പോർട്ടിൽ എങ്ങനെയാണ്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമെല്ലാം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം വെച്ചാൽ ആദ്യമെല്ലാം പറയുമ്പോൾ പോകണ്ട അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വാഭാവികമായിട്ട് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അത് ഇപ്പൊ കുറെ വർഷം മുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്റെ ഭാര്യ ആയാലും എന്റെ വീട്ടിൽ നിന്ന് എന്റെ സ്വന്തം അമ്മമ്മ ഉൾപ്പെടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന അമ്മമ്മയുടെ കൂടെയാണ്. അപ്പൊ ഏത് കേസ് ഏത് ബാധ്യതക്ക് പോകുമ്പോൾ അമ്മമ്മ ആയാലും ഇപ്പൊ എല്ലാം നല്ല സപ്പോർട്ട് ചെയ്താൽ പിന്നെ പെട്ടെന്ന് പോയിട്ട് അത് ചെയ്ത് അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ വിടുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഓരോ കേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ വിളിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു ആശ്വാസമുണ്ട്, അവർക്ക് അന്നേരം സന്തോഷമാണ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നവർ വീട്ടിലുള്ളവർക്ക് ആദ്യമാണ്. പക്ഷെ നമ്മളിപ്പം
ഇപ്പൊ ഒരു കുഴപ്പം ഇപ്പൊ എല്ലാവർക്കും നല്ല പിന്നെ നാട്ടിൽ നിന്നും ജനങ്ങളിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ട്. ഒരുപാട് ആദരവും ഒരുപാട് ആദരവ് മേടിച്ചു. ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ഇപ്പൊ ഐഡിയ സിംഗറിന്റെ ഒരു ഓഡീഷൻ അതും കൂടി അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുവാണ്. അത് ഇത് ചെയ്തിട്ടില്ല. അത് വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞാണ് ഇപ്പൊ ഒരാഴ്ച. സൗരവിനെ പോലുള്ള ആൾക്കാരുടെ കഴിവുള്ള സേവനങ്ങൾ, സൗരവിനെ പോലുള്ള ആൾക്കാരുടെ സേവനങ്ങൾ നമ്മുടെ നാട്ടിൽ മൊത്തം അറിയണം. സ്വന്തം നമ്മുടെ ചെറുപുഴ തൊട്ടടുത്ത കടുമേനി പ്രദേശമാണ്. അപ്പം ഇദ്ദേഹത്തെ നമ്മളെ ഉപയോഗപ്പെടുത്തണം. അത് നമ്മളെല്ലാവർക്കും എപ്പോഴാണ് അപകടങ്ങൾ വരിക എന്ന് നമുക്കൂടി പറയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓടിയെത്താം. നമ്മളെ സഹായിക്കാനാണ് സൗരവിനെ പോലുള്ള ടീമുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ടീം എമർജൻസി കേരള എന്നത് നമ്മുടെ ഇതുപോലുള്ള സേവനങ്ങളല്ലാതെ മറ്റ് സ്പെഷ്യൽ ഡ്യൂട്ടികൾ ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ ഡ്യൂട്ടികളെല്ലാം സൗരവ് പോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ കൂടി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം എന്താ പറയണ്ട തൃശ്ശൂർ പൂരം ഡ്യൂട്ടികൾ, അതുപോലെ ശബരിമല ഡ്യൂട്ടി, ഇലക്ഷൻ ഡ്യൂട്ടി, അതുപോലെ ട്രാഫിക് ഡ്യൂട്ടികൾ, അങ്ങനത്തെ എല്ലാം എല്ലാ മേഖലയിലും എല്ലാ ജില്ലയിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ അവിടെ നിന്ന് വിളിച്ചിട്ട് നമ്മളങ്ങനെ പോകാറുണ്ട്. ഇപ്പം എല്ലാ പ്രാവശ്യത്തും തൃശ്ശൂർ പൂരത്തിൻ്റെ അതുപോലെ തന്നെ ഇപ്പം ശബരിമല ഡ്യൂട്ടി നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമാനം വരുന്നുണ്ടോ? വരുമാനം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കേസിന് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ് ഇതിപ്പോൾ ഗവൺമെൻറ് ട്രെയിൻഡ് കോഴ്സ് ആയാലും നമുക്ക് മാസാലിറ്റി അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന അന്ന് നമുക്ക് ഒരു ഓഫർ വന്നെങ്കിൽ അത് മേടിക്കുന്നല്ലാണ്ട് നമ്മൾ തീർച്ച സേവനമായിട്ടാണ് നമ്മൾ ചെയ്തത്. സേവനമാണ്. ഇത് മാത്രമായി ചെയ്യുന്നത് നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് അതുകൊണ്ട് ജീവിച്ചുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റ് വേറെ. സൗരവ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് സ്വന്തം നാടിന് തന്നെ ഒരു അഭിമാനമാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശസ്തിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ നാട് കൂടി അറിയപ്പെടും. അപ്പം നാട്ടുകാരുടെ സഹകരണമൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് പോകുന്ന? നാട്ടിൽ നിന്ന് അനുമോദനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ലഭിക്കാറുണ്ടോ? നാട്ടിൽ നിന്ന് അംഗീകാരങ്ങൾ വെച്ചാൽ തീരെ കുറവായിരുന്നു. ഇത്രയും വർഷം ഇത്തരം മേഖലയിൽ പ്രവർത്തനം ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വർക്ക് ചെയ്തിട്ടും നമുക്ക് നാട്ടിൽ നിന്ന് ഒരു അംഗീകാരം അനുമോദനം ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കൂടുതൽ കിട്ടിയത് പുറത്ത് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംഘടനകൾ, അതുപോലെ നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗീകാരം കൂടി കഴിഞ്ഞ മാസം കൂടി കിട്ടിയൊരു ടീം കൂടെയാണ് നമ്മൾ. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ. എല്ലാവർക്കും അനിയനും എല്ലാവരും നല്ല ഉയരങ്ങളിലെത്തട്ടെ. ഇതുപോലെ ഈ ആതുര സേവന രംഗത്ത് നിങ്ങളുടെ പേര് ഈ കേരളം മൊത്തം അറിയപ്പെട്ട് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ A1 ന്യൂസിൻ്റെ ഈ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.